ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വചനം തന്നെ വലിയ ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് കേട്ടോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? തമ്പുരാൻ പറയാണ്, എന്നിൽ നിന്ന് കുരിശെടുക്കുക. അതായത് ഞാനാണ് ഇത് തന്നതെന്ന് നീ ഓർക്കുക. നിന്റെ ഈ ഭാരം നിന്റെ കുഴപ്പമൊന്നുമല്ല. നിന്റെ കുഴപ്പമാണെങ്കിൽ പോലും നീ അത് ദൈവം തന്നതാണെന്ന് ഓർക്കുക. എന്ന് ആലോചിച്ച് നോക്കിയ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വീട്ടിലേക്ക് വരുവാണ്. അദ്ദേഹം ഒരു വലിയ പെട്ടിയൊക്കെ ആയിട്ട് ഒരാഴ്ചത്തെ താമസത്തിനായിട്ട് വന്നതാണ്. വണ്ടി വന്നിറങ്ങിയപ്പോഴേ നമ്മൾ എന്നാ പറയും? കയറിപ്പോക്കോ, ഞാൻ ആ പെട്ടി എടുത്തോളാം. ഇച്ചിരി വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ പറയുമോ? ഓ, ഇതൊരു ഒടുക്കത്തെ വെയിറ്റ് ആണല്ലോ എന്ന് പറയുമോ? പറയല്ല. നമ്മൾ ആ വെയിറ്റ് എടുത്തുകൊണ്ട് പോരും. എന്തെന്നാൽ നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ ഈശോയാണ് എനിക്കിത് നൽകിയതെന്ന് മനസ്സിലായാൽ അത് ഈശോയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. നമ്മുടെ ഭാരം അപ്പോൾ കുറയും. സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഭാരം കുറയും. അതിനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം കേട്ടോ. സ്നേഹം കൊണ്ട് നിറയാൻ പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു.